അസ്സലാമു അലൈക്കും. അസ്ഫറിനിസ 27 എന്ന് പറഞ്ഞാൽ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറേ ആയി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. ഇതിപ്പോൾ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നതാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ ചെയ്ത കുറച്ചൊരു കാര്യങ്ങളും ഈ വീഡിയോസും ഒക്കെ നിങ്ങളെ മുന്നിൽ കാണിച്ചു തരാൻ വിചാരിച്ചു. ഒരു പാലും അതിൻ്റെ അടിയിലൂടെ ഒഴുകിപ്പോകുന്ന നല്ലൊരു പുഴയും നല്ല രസമുണ്ടല്ലേ കാണാൻ. ആരോ പുഴയിൽ ഇറങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ ആരാന്നൊന്നും അറിയില്ല. ഒരു വീഡിയോ കിട്ടിയപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാൻ വിചാരിച്ച് രാവിലെ തന്നെ കണ്ടപ്പോൾ അങ്ങനെ കുറേ ആയി അപ്ലോഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും ഒരു ഇതില്ല, താല്പര്യം തോന്നിയില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും നമ്മളൊരു വീഡിയോ കിട്ടിയപ്പം അത് മിസ്സാക്കണ്ട, നമ്മളെ യൂട്യൂബ് കിടക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ വീട്ടിൻ്റെ ഉള്ളിലൊരു വീടിൻ്റെ ഇറയിലിങ്ങനെ ഞാനൊരു പണ്ട് ഒരു വീഡിയോയിൽ മാറിയിട്ട് പോയൊരു അവായി ഉണ്ടായിരുന്നു. വെറുതെ വീടിൻ്റെ ഇറയിൽ വെറുതെ ഇങ്ങനെ ചളി പിടിച്ച് കിടക്കുകയായിരുന്നു. ഒന്നിനും ഒരു ഉഷാറില്ലാത്തതിനോണ്ട് ഇങ്ങനെ പിന്നെ ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരിക്കലേ. ഇതൊക്കെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തുള്ള വെള്ളാട്ടോ. അങ്ങനെ ഈ ഹവായി ആ മൂലയിൽ നിന്ന് അങ്ങനെ എടുത്തു. ഇതിനൊന്ന് കുട്ടപ്പനാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഒരു മിസ്വാക്കൊക്കെ ഉണ്ടാക്കി. പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്ന പോലെ മിസ്വാക്കിനോണ്ട് നല്ല സുഖമാണല്ലോ, ഒരത്തി കഴുകി നല്ല വൃത്തിയാവും. നല്ല ചളി പിടിച്ചെടുക്കായിരുന്നു കേട്ടോ, ഒക്കെ പിടിച്ചെടുക്കായിരുന്നു. ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് പൊതിർത്തി കഴുകുന്ന ഭാഗമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഫോണിൽ വെള്ളമാവില്ലേ, ഓരോ ഭാഗത്തും വെക്കുമ്പോൾ കഴുകുന്നതിൻ്റെ ഓരോ പൊസിഷനും അങ്ങനെ വിചാരിച്ച്. ഇങ്ങനെ ഉപയോഗമായിട്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ വൃത്തിയാക്കി എടുത്താൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഇറയിലും അവിടെയും ഇവിടെയൊക്കെ നമ്മൾ ചെരുപ്പ് പുതിയത് വാങ്ങുമ്പം പഴയത് അവിടെ എവിടെയെങ്കിലും ഇട്ടേക്കും. അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ തേച്ച് കഴുകി എടുത്ത് അതേപോലെ നല്ല ഒരു മിസ്വാക്കും ഉണ്ടാക്കി എങ്ങനെ അവിടെ തേച്ച് വയ്ക്കുക ഒന്നുമില്ല. നല്ല വൃത്തി പുറവും പുറവും അടിയും ഒക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുത്താൽ നല്ല ഉഷാറായി കിട്ടും. ഇപ്പോൾ ഞങ്ങൾ കഴുകി അകത്തിടാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ ഉണ്ടോ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ? ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലായിരുന്നല്ലോ, ജോലിക്കും പോകാൻ കഴിഞ്ഞില്ല. അപ്പം വീട്ടിലിരുന്നപ്പോൾ ഇങ്ങനെ വെറുതെ തോന്നിയതാ. ഏതായാലും കരിമ്പനൊന്നും പോയില്ല കേട്ടോ. ഈ ഇറയിലിട്ടേച്ച് കരിമ്പൻ അടിച്ചു പോയി. അന്നത്തെ അവായി ഓർമ്മ ഉള്ളവർക്കൊക്കെ അറിയാം, ഈ അവായിനെ പറ്റി നല്ലോണം അറിയാം. നിങ്ങളെ നാട്ടിലൊക്കെ എന്താ അതിന് പറയാം? ഈ ഞങ്ങൾ അവായി എന്നാ പറയാ കേട്ടോ ഇതിന്. അവായിച്ചെടുത്ത് കേട്ടിട്ട് ചിരിക്കരുത് കേട്ടോ. നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയല്? പിന്നെ അങ്ങനെ ഇതൊക്കെ കഴുകി കഴിഞ്ഞ് ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി തന്നെ, അതൊക്കെ കൂട്ടി കഴിച്ച് ശുഭം.